കർത്താവിൽ പ്രിയരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് ഒരു ദിവസം എടുത്ത് വായിച്ചത് സങ്കീർത്തനം 3-ാം അധ്യായം. ആ 1-ാമത്തെ വാക്യത്തിൽ തന്നെ എനിക്ക് തുടർന്ന് പോകാൻ പറ്റിയില്ല. അതിലിരുന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ജീവിതമെല്ലാം ആലോചിച്ചു. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം എങ്ങനെ തന്നെയല്ലേ? അതൊന്ന് വായിച്ചു നോക്ക്. എൻ്റെ ജീവിതം തകരുന്നത് ബാക്കിയുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അതെ, അതിനുള്ള ഉത്തരവാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ഏത് സ്ഥലത്ത് ചെന്നാലും, അതായത് ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലായാലും, ഇപ്പം പ്രസ്ഥാനം വൈസ്മാൻ എനിക്ക് കൂടുതൽ അറിയുന്ന ആളാണ്. എവിടെ എത്തിയാലും നമുക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ഈ സംഘടനകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ കുടുംബമോ ഒന്നുമല്ല, നമ്മളെന്ന വ്യക്തി തന്നെയാണ്. അവിടെ നമ്മൾക്ക് തെറ്റുണ്ടെന്നല്ല പറയുന്നത്, നമ്മൾ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് സംജാതമാക്കിയേ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, അല്ലാതെ നമുക്ക് മാത്രമുള്ളതാണ്. എനിക്ക് മാത്രം എന്തിനാണ് ദൈവം ഇങ്ങനെ തന്നത്, അയ്യോ വേറെ ആർക്കും ഇങ്ങനെ കൊടുക്കുന്നില്ലല്ലോ, അതാണ് നമ്മുടെ ദുഃഖം. അല്ലാതെ എനിക്ക് മാത്രം തന്നത് എന്തിനാന്നുള്ളത് അല്ലേ? അങ്ങനെ ഒന്നും വിഷമിക്കണ്ട. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ശരി, ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.